ആ സമയം നാം എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നതിലാണ് വിജയം. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യുക. പിന്നീട് ആ അവസരം നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് വരാം. ഇന്ന് ചെയ്തു തീർക്കാൻ പറ്റാത്ത കാര്യങ്ങളോട് നാളെ നാം വിഷമിക്കേണ്ടിയും വരാം. ഇനി നമുക്കൊരു കഥയിലോട്ട് പോയാലോ? പ്രശസ്തമായ ടൈം ഈസ് മണി എന്ന കഥയിലെ ഒരു യുവാവ് തന്റെ ജീവിതം അടിച്ചു പൊളിക്കാനായി തന്റെ സമയത്തിന്റെ നല്ലൊരു പങ്കും വിൽക്കുന്നു. പക്ഷെ തന്റെ ആയുസിന് ഏതാനും മണിക്കൂറുകൾ കൂടി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നത് മനസ്സിലാക്കുന്നു. പിന്നീട് അയാൾ തന്റെ കയ്യിലുള്ളതെല്ലാം വിറ്റ് ആയുസ് നീക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും അപ്പോഴേക്കും അയാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നു. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ നഷ്ടപ്പെടുത്തുന്ന സമയത്തിന്റെ വിലയാണ്. കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് വിഷമിക്കുകയോ വരാൻ പോകുന്ന കാലത്തെക്കുറിച്ച് ആകുലപ്പെടുകയല്ല വേണ്ടത്. ഇന്നത്തെ നിമിഷങ്ങൾ സുന്ദരമാക്കുക എന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് കൂടി കുറച്ച് സമയം നടത്തുക. ജാതിയുടെ പേരിൽ കഴിക്കുന്ന, അച്ഛനമ്മമാരുടെ വൃദ്ധസദനത്തിൽ ഉപേക്ഷിക്കുന്ന, പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന ഇന്നത്തെ സമൂഹത്തിൽ സ്നേഹത്തിന്റെ മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നു. സ്നേഹത്തിനും സഹായ മനോഭാവത്തിനും നമ്മുടെ ജീവിതത്തിൽ വലിയ സ്ഥാനമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഓരോ മിനിറ്റുകളും നമുക്ക് വേണ്ടപ്പെട്ടതാണ്. പണവും പ്രശസ്തിയും നാളെയും കൈവരാം. പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ട സമയത്തിന് ഒരു തിരിച്ചുവരവില്ല. നാളെ ഉണ്ടല്ലോ എന്ന ചിന്ത മാറ്റി വെക്കുക. ഇന്നത്തെ ഓരോ നിമിഷവും ഫലപ്രദമാക്കുക. നല്ല കാര്യം വരുത്തേണ്ടതിലല്ല, നല്ല കാര്യങ്ങൾ ഇന്ന് ചെയ്യുന്നതിലാണ് നമ്മുടെ വിജയം. നന്ദി.